ഹലോ ഗായ്സ്, ഇത് കണ്ടോ ഈ ക്രിയേറ്റിവിറ്റി ചെയ്തത് ആരാന്നറിയോ? നീക്കുട്ടൻ. ഇത് ഹന്നാട്ടോ. നീ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ആക്ച്വലി ഞാൻ ആദ്യം എടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂസ് ഇട്ടേക്കാം കേട്ടോ. അത് ഞാൻ ഡാർക്കിലെടുത്തിട്ട് ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നല്ലൊരു ഭംഗി. പിന്നെ അവൾ ചെയ്തതാണ് അവിടെ, അത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമ പഞ്ചാരി മാക്സു മാക്സോ മാക്സുട്ടാ ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോൾ അടുത്തത് ഇത് നിയമോളുടെ ഹനമോളുടെ റൂമാട്ടോ. ഇതും എൻ്റെ കൂടെ അങ്ങ് വരുവാണോ? എന്താപ്പാ എന്നാ മുത്ത ചാടിക്കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അച്ഛോ, നീ ഇന്നലെ എന്നെ കരയിപ്പിച്ചു കിട്ടോ മുത്താവൻ, കരയിപ്പിച്ചു. അവൻ ഇന്നലെ വയ്യാണ്ടായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നി അല്ലേപ്പാ? മുത്തോ 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 എൻ്റെ കുഞ്ഞു അപ്പൊ ഇവിടെ വന്നത് ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ഇന്നലെ നിനക്ക് വയ്യാണ്ടിരുന്ന കാര്യം പറയണം അവരോട്. അതായത് മാക്സൂട്ടൻ ഡേ ബിഫോർ യെസ്റ്റർഡേ കിച്ചൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ തിളച്ച് വരില്ലേ. അപ്പോൾ ഞാനതൊന്ന് ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ആ ഒരു ഇതിലങ്ങ് പോയപ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അവനെ ചവിട്ടിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ തട്ടി വീഴാൻ വേണ്ടി പോയി. ആ തട്ടലിൽ ഇവന് എവിടെയോ വേദനിച്ചു. അങ്ങനെ ഇന്നലെ എഴുന്നേക്കാൻ പറ്റാണ്ട് അയച്ചിട്ട് ആരും അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിന് ശേഷം. പക്ഷെ അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഇവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും സംസാരിക്കുന്ന പോലത്തെ ഇങ്ങനെ എന്നൊക്കെ സൗണ്ട് പോകും അല്ലേ മാക്സൂട്ടാ? അങ്ങനെ സൗണ്ട് വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ പറയാനുണ്ട്. അങ്ങനെ ഞാനും രമ്യയും കൂടി ഇവൻ്റെ പരാതി കേട്ട് വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഇവൻ എവിടെയോ വേദനിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ അവൻ്റെ കേജെല്ലാം റെഡിയാക്കി. അപ്പോഴത്തേക്ക് നിയമോള് ഭയങ്കര കരച്ചിൽ. എനിക്കാണെങ്കിൽ അതിനേക്കാളും വിഷമം. ഞാൻ കാരണമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഹേർട്ടായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ജീവിയാണെങ്കിൽ പോലും എന്താണെങ്കിലും, ഇപ്പം മാക്സ് ഞങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ, അപ്പോൾ ഈവൻ നമ്മുടെ ഫാമിലി മെമ്പർ അല്ല ആരാണെങ്കിലും പെയിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ കാരണമാണോ അവൻ എവിടെയെങ്കിലും വേദനിക്കുവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യേശുപ്പ എങ്ങനെയും ഒന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ രമി അവനെ എടുത്ത് ഒന്ന് റെഡിയാക്കി 2 തട്ടെല്ലാം ബാക്കിലൊന്ന് തട്ടിയപ്പോഴത്തേക്ക് അവൻ ഓക്കെ ആയിട്ടോ. പിന്നെ അവൻ കുറച്ചു നേരം പോയി കിടന്നു. അത് കഴിഞ്ഞപ്പോൾ മാക്സൂട്ടൻ ഓക്കെ ആയി. പിന്നെ എൻ്റെ കൂടെ എന്നെ ക്ഷമിച്ചു എന്നാ, എനിക്ക് ഫോർഗീവ് തന്നു നാടാ മുത്ത. ഞാൻ കണ്ടില്ലല്ലോ, കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേപ്പാ മുത്താശി? ഇന്നലെ ഇങ്ങനെ തൊടാനൊന്നും സമ്മതിക്കത്തുണ്ടായില്ല, കാരണം അവന് വേദനയായിരുന്നു. ഇപ്പൊ ഓക്കെയാണ് എൻ്റെ കുഞ്ഞ് ഇപ്പൊ ഓക്കെയാ അല്ല മുത്ത? നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് എന്നാന്ന് വെച്ചാൽ നിയ ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. ആക്ച്വലി നിയയുടെ പേര് ആരെ ഉണ്ടാക്കി ചെയ്തതെന്നൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞെങ്കിലും ഇവൻ്റെ ആ ഒരു ഇത് കാരണം ഞാനങ്ങ് വിട്ടു. നിയ കേട്ടോ, നിയമോളുടെ ആണ്. നിയമോള് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അപ്പോൾ ജസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ.
അപ്പോൾ അവളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പം നിങ്ങൾ ഡോറിൻ്റെ അവിടെ കണ്ടതും എല്ലാം. പിന്നെ അവൾ ഇവനോട്ട് ഭയങ്കര ക്ലോസ്ഡ് ആട്ടോ, അല്ല ഞങ്ങളെല്ലാവരും ഇവനോട്ട് ക്ലോസ്ഡാണ്, പക്ഷെ അവൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് കാണുന്നുണ്ടോ? ഇതെല്ലാം നീക്കുട്ടൻ്റെ ക്രിയേറ്റിവിറ്റി ആട്ടോ. ഈ റിബൺ കെട്ടിയതും ഈ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാം ബാക്കി ചെയ്തത് രമിയാണ്. പക്ഷേ ബാക്കിയുള്ള ഐഡിയാസ് ഫുള്ള് നീക്കുട്ടൻ്റെയാണ്. പക്ഷെ ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി. ഇന്നലെ രാത്രിയിലാണ് അവള് ചെയ്തത്. രാത്രി ചെയ്തപ്പം നമ്മുടെ ഗ്ലാസ് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അവള് പറഞ്ഞു, മമ്മ ഇത് ക്ലിക്കായില്ല, റെഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത് വരുന്നില്ല എന്ന്. പക്ഷേ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പം ഇന്നലെ അവർ ഞങ്ങളുടെ കൂടെ കിടന്നത്, ലേറ്റ് ആയിട്ടായിരുന്നു കിടന്നത്. അപ്പം അവള് ആക്ച്വലി എന്താ പറയുക, അവൾക്കത് വിഷമമായി പോയിട്ടുണ്ടായി. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ ലൈറ്റും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, ദൂരെ നോക്കാൻ അസാമാന്യമായൊരു ഭംഗി, നല്ലൊരു ഭംഗി തോന്നിട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഇതില്ലേ, ഈ ക്യാൻവാസിൽ ചെയ്തേക്കുന്നതും നീക്കുട്ടനാണ്. ടൈം എടുത്ത് നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഹന്നക്കുട്ടൻ്റെയും നീക്കുട്ടൻ്റെയും കൈയാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗായ്സ്, ഭയങ്കര ഇഷ്ടമായിടാ മാക്സു. അമ്പട് മാക്സു, തക്കട് മാക്സു അല്ലേ മുത്ത. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ആ ഡോറിൻ്റെ അവിടെ കിടക്കുന്നത് അതും കാണാൻ നല്ല ഭംഗിയല്ലേ? അതും അവൾ ടൈം എടുത്തേച്ചിട്ട് അവളുടെ ഐഡിയ കേട്ടോ, ഇങ്ങനെ ആർച്ച് പോലെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ഹാങ് ചെയ്യുന്ന ടൈമിൽ രമി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഐഡിയാസ് ഫുള്ള് നീയുടെയാണ്. പിന്നെ ഇതെല്ലാം എവിടെ നിന്ന് ഈ ക്രിയേറ്റിവിറ്റി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് ആരാന്നറിയാവോ? ഇത് അവളുടെ അച്ഛമ്മ. അപ്പൊ ക്രിയേറ്റിവിറ്റി വന്ന സൈഡ് മനസ്സിലായില്ലേ, അച്ഛമ്മയുടെ. അല്ലാണ്ട് ഇവിടെ എനിക്ക് ഈ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. ക്രിയേറ്റിവിറ്റി മീൻസ് നമുക്ക് ആ ഒരു പേഷ്യൻസ് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പേഷ്യൻസ് എനിക്ക് ഒട്ടുമില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ആ കുഞ്ഞു കൊച്ചു ചെയ്തതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഈ വീഡിയോ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത് നല്ല ഭംഗിയാണ് കാണുമ്പോൾ. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ നല്ലൊരു ഭംഗിയാണ്. മാക്സു ബൈ ബൈ.